നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സ്ട്രെസ്സ് എന്ന് നോക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന മാനസിക ശാരീരിക സമ്മർദ്ദമാണ്. സ്ട്രെസ്സ് സാധാരണയായി സംഭവിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കാം. പരിസ്ഥിതി സമ്മർദ്ദങ്ങൾ, ജോലി, പഠനം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളുടെ സംഘർഷങ്ങൾ ഇവയൊക്കെ സ്ട്രെസ്സിന് കാരണമാകും. ഭയം, ആശങ്ക, അവിശ്വാസം, നീതിപരമായ തന്ത്രങ്ങൾക്കുള്ള പ്രതിബന്ധം ഇവയൊക്കെ ആന്തരിക സമ്മർദ്ദങ്ങൾ വളർത്തുന്നു. സ്ട്രെസ്സിൻ്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിൽ വിഷാദം, ക്ഷീണം, നിരാശ, കോൺസെൻട്രേഷൻ കുറവ് ഇതൊക്കെ ഉണ്ടാകുന്നു. ശരീരത്തിൽ വേദനകൾ, തലവേദന, ഉറക്കക്കുറവ്, രക്തസമ്മർദ്ദം ഉയരൽ, ഹൃദയസ്പന്ദന വേഗം കൂടുക എന്നിവ ഉണ്ടാകുന്നു. കാര്യങ്ങൾ നേരിട്ട് ചെയ്യാൻ കഴിയാതിരിക്കുക, ധൈര്യം കുറഞ്ഞു പോകുക എന്നതും അവരിൽ പ്രകടമാകുന്നു. അതുകൊണ്ട് അമിതമായ സ്ട്രെസ് ആരോഗ്യത്തെയും ജീവിതത്തെയും സാരമായി ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ട്രെസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. ഡീപ്പ് ബ്രീത്തിങ്, പ്രാണായാമം തുടങ്ങിയവ ചെയ്യുക. ദിവസവും ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ഹൃദയമിടിപ്പ് സ്ഥിരമാകും, മനസ്സ് ശാന്തമാകും, ഏറെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. നടത്തം, വ്യായാമം, യോഗ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക. ഹോർമോണുകളുടെ തുല്യത നിലനിർത്തി സ്ട്രെസ്സ് കുറയുന്നു. വായന, സംഗീതം, ചിത്രരചന, അതുപോലെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം മുഖ്യമായും സന്തോഷത്തിനും ക്ഷീണം കുറയ്ക്കാനും സഹായിക്കും. വിശ്വാസമുള്ള സുഹൃത്തുക്കൾ, കുടുംബം എന്നിവരുമായി സംസാരിക്കുക. വിഷമം പങ്കുവയ്ക്കുന്നത് ഹൃദയഭാരം കുറയ്ക്കുന്നു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല. മാറ്റങ്ങൾക്കൊപ്പം പോകാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. മാനസിക സമ്മർദ്ദത്തിനെ എങ്ങനെ നമ്മൾ നേരിടണമെന്ന് നമുക്ക് നോക്കാം. ശരീരത്തെ റിലാക്സ് ചെയ്ത് ആശ്വസിപ്പിക്കുക. ബ്രീത്തിങ് എക്സസൈസുകൾ, യോഗ, ധ്യാനം, നടത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോൺ വർദ്ധിക്കുന്നു. നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞു മാറ്റി ചിന്തയെ ക്രമപ്പെടുത്തുക. സാധാരണ പ്രധാന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. എല്ലാം ഒരേ സമയത്ത് ചെയ്യാനായി കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് കഴിയും, ഇത് കടന്നു പോകും എന്ന പോലെയുള്ള പോസിറ്റീവ് സെൽഫ് ടോക്ക് നടത്തുക. ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാധാന്യമനുസരിച്ച് തരം തിരിച്ച് ചെയ്യുക. ഇപ്പോൾ ചെയ്യേണ്ടത് എന്ത് എന്ന് ചിന്തിച്ച് അത് പൂർത്തിയാക്കുക. അധിക ബാധ്യതകൾ ഏറ്റെടുക്കാതെ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. കുടുംബസഹായം, സുഹൃത്തുക്കളുടെ കൂട്ടായ്മ എന്നിവ മനസ്സിന് ആശ്വാസം നൽകും. സ്ട്രെസ്സ് ജീവിതത്തിലെ ചെറിയ സമ്മർദ്ദം മാത്രമാണെന്നും തിരിച്ചറിയുക. അതിനെ ശരീരവും മനസ്സും തുല്യമായി കരുതിക്കൊണ്ട് നേരിട്ടാൽ സ്ട്രെസ്സ് നമ്മെ വളർച്ചയിലേക്കും കരുത്തിലേക്കും നയിക്കും. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് സ്ട്രെസ്സെന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അതിൻ്റെ ദോഷവശങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ചിന്തകൾ ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടാനായി പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.